ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാല് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്, എന്നാല് ദുഃഖമുള്ള ദിവസമാണ് അല്ലേ? എന്താ വെച്ചാല് ഞങ്ങളിൽ നിന്ന് വിട്ടു പിരിഞ്ഞിട്ട് ഇന്നത്തേക്ക് 43 വർഷമായി. ഞങ്ങൾ സാധാരണ ഉപ്പാന്റെ മൗലൂദിന്റെ ആണ്ടിനൊന്നും എല്ലാവരും ഒന്നും ഒത്തുകൂടാൻ പറ്റാറില്ല, ചുരുങ്ങിയ രീതിയിലൊക്കെയാണ്. പക്ഷെ ഇപ്രാവശ്യം മക്കളും പേരക്കുട്ടികളും എല്ലാരും കൂടി ഒത്തുകൂടണം, എല്ലാരും കൂടി ഒത്തുകൂടണമെന്ന് ഉമ്മാക്ക് ഒരേ ഒരു നിർബന്ധം. അപ്പൊ ഞാൻ വരെ ചോദിച്ചു ഉമ്മാനോട്, ഉമ്മ അത്രക്കൊക്കെ വേണം? അമ്മ പറഞ്ഞേ നിങ്ങൾ രണ്ടാളും നടത്തണ്ട, അത് ആ ചോദിച്ച് ചോദിച്ചാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ചീത്തൊക്കെ പറഞ്ഞ്. പക്ഷെ അത് എല്ലാരും വന്ന് അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് അതിനോട് ബന്ധപ്പെട്ട നിങ്ങൾ പറഞ്ഞ കാര്യം 100% കാര്യമാണ് ഉമ്മ പറഞ്ഞത്. അപ്പൊ എപ്പോഴൊന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൂടുമ്പോഴാണ് നമ്മളെല്ലാവരും ഒത്തുകൂടുള്ളൂ. നമ്മളൊരു കുടുംബത്തില് എന്തിനൊരു കാരണം കൂടിയാണിത്. അപ്പൊ ഏതായാലും ഇപ്പൊ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് 43 വർഷമായി. ഇന്ന് എല്ലാവരും ഉമ്മാന്റെ മക്കളും പേരക്കുട്ടികളും അയന്റെ കുട്ടികളും എല്ലാവരും കൂടി മരക്കളും എല്ലാവരും ഒത്തുകൂടിയാണ്. അപ്പൊ നമ്മളെ ഫാമിലി എല്ലാവരും ഇതിലുണ്ട്. പിന്നെ നമ്മൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ആഹാരം സന്തോഷം നൽകാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം. ഏതായാലും ഉപ്പ എന്താണ്, ഉപ്പ എന്ന സ്ഥാനം എന്താണെന്നൊന്നും ഞങ്ങളൊന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് 3 വയസ്സും എൻ്റെ അനിയന് 1.5 വയസ്സുള്ളപ്പോഴാണ് ഇപ്പൊ ഞങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞത്. അപ്പൊ ഏതായാലും ശരിക്കുള്ള ഒരു ജീവിതം എന്താന്ന് അറിയുന്നതിന് മുമ്പ് ഉപ്പ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല. 40-40 വയസ്സിലാണ് ഉപ്പ മരിച്ചുപോയത്. അപ്പൊ ഉപ്പാക്ക് ജീവിതം, നമ്മുടെ ദുനിയാവ് ഒന്നും ശരിക്കും അറിയാനുള്ള ഒരു സമയമായിട്ടില്ല. അതിനു മുമ്പേനെ ഉപ്പ പോയി. ഇനി എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്ക് കണ്ടില്ല. പരലോകത്ത് അള്ളാഹു അതൊക്കെ അനുഭവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അതിനോട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. നമ്മളെ ഫാമിലിനെ എല്ലാം നിങ്ങൾക്ക് എല്ലാവരും കാണാം. ഉമ്മ അവിടെ ഉണ്ട്, ഞങ്ങളെ അടുത്തേരം ഉമ്മ ഉണ്ട്. ഓക്കെ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ഇടുക. നല്ലതായാലും ആകാതെ നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ തിരുത്താം. എല്ലാം നിങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മുടെ അത് കുടിക്കണം, കറി കുടിക്കണം. അപ്പൊ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അല്ലമ്മ വീഡിയോയിലേക്ക് പോല്ലേ? അപ്പം നമ്മളെ പരിപാടി തുടങ്ങാൻ നേരമായിട്ടാൽ എല്ലാവരും എത്തിയിട്ടില്ല. അൽഹുറുസ്കാരം കഴിഞ്ഞിട്ടാണ് ഉസ്താദ് വരിക എന്ന് പറഞ്ഞു കേട്ടോ. ഉസ്താദ് തന്നെ നമ്മളെ അയൽവാസിനാണ്, കരിമോലിയർ എന്ന് പറയും. നല്ല എന്താ പറയുക, ഞങ്ങളെപ്പോഴും അവർ തന്നെയാണ് വിളിക്കലിട്ടാവും മൗലൂദ് ഓതാനന്തിനൊക്കെ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിലല്ല, അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടതിന് ഇളച്ചൻ്റെ. അപ്പോൾ അതാ നിലത്ത് ബ്ലാങ്കറ്റും ഇതൊക്കെ വിരിച്ച് റെഡിയാക്കി ചെയ്തിട്ടോ. ഉസ്താദിനെ കാത്തിങ്ങനെ ഇരിക്കണം എല്ലാവരും. നിസ്കാരമൊക്കെ കഴിഞ്ഞു. അളിയങ്കയാണ് കൊലയും ഇരിക്കുന്നത്. രണ്ടളിയങ്കാരും വലിയ അളിയങ്ക മരിച്ചിക്കണ്. പിന്നെ ഇതാ ഇത് രണ്ടാമത്തെ അളിയന്, ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് ചെറിയ അളിയന്. പിന്നെ ആ കള്ളി ഷർട്ട് ഇട്ടതിൻ്റെ അളിയൻ്റെ മരുവനാണ് ഈ റോസ് ഡ്രസ്സ് ഇട്ട് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മളെ കുഞ്ഞിപ്പ. പിന്നെന്താ പറയുക, ഉമ്മാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടി കൂട്ടിക്കാണ്ട് പരിപാടി കഴിച്ചണമെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ആരാ ഇരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാ മൂലേര് വന്ന് നമ്മളെ അയൽവാസികളുണ്ടാ, കരിമൂലേര് പറയും. അപ്പോൾ ഇത് ചെറിയമോളെ ഹസ്ബൻഡാണത്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് മൗലൂദ് ചൊല്ലാൻ തുടങ്ങി. കുറേ ടൈം ഉണ്ടായിരുന്നിട്ടാ. മൗലൂദും ദുആവും ആത്മാർത്ഥമായിട്ട് തന്നെ. അവർ നമ്മളപ്പാനൊക്കെ അറിയുന്ന വ്യക്തിയാണ്. എന്താണ് ഉമ്മാൻ്റെയൊക്കെ ഏറ്റവും ഒരു പണ്ട് അങ്ങനെ കഴിഞ്ഞിരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാണ് അമ്മ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇമ്മാൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഉമ്മാക്ക് എപ്പോഴും പറയും, ഉമ്മാക്ക് പൊതുവേ പേരക്കുട്ടികളെയും മക്കളെയും വിളിക്കാനും ഇതിനൊക്കെ ഭയങ്കര രസമാണ്. പെരുന്നാൾക്കൊക്കെ എല്ലാവരും വന്നില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഉമ്മാക്ക്. അപ്പോൾ ഉമ്മാക്ക് എല്ലാവരെയും മക്കളെ മൂന്ന് പെൺകുട്ടികളല്ല, ഇപ്പോൾ അതിലത്തെ എല്ലാ മക്കളെയും വിളിച്ചിരിക്കണം കേട്ടോ. എല്ലാവരും ഉണ്ട്, പേരക്കുട്ടികളും പേരക്കുട്ടീൻ്റെ മക്കളും എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാ, നല്ല റാഹത്ത്. ഞങ്ങൾ ഉമ്മാട് പറഞ്ഞിരുന്നു, ഉമ്മ എല്ലാ പ്രാവശ്യവും ചെറിയ പരിപാടിയായിട്ട് ഒരു ചെറിയ മൗലൂദ് ഞങ്ങൾ മാത്രം വെച്ചിട്ടൊരു മൗലൂദേ കഴിക്കലുള്ളൂ. ഇപ്രാവശ്യം ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം, മക്കളെല്ലാവരും വിളിച്ചിട്ട് പേരക്കുട്ടികളെ കുട്ടികളും എല്ലാവരും വിളിച്ചിട്ട്. കുറച്ച് ആൾക്കാരില്ലാത്തതുണ്ട് കേട്ടോ. നമ്മളെ മുത്തുല്ല, പിന്നെ സൂറത്താത്താൻ്റെ ഒരു മോനില്ല, മരോളില്ല. പിന്നെ ചെറിയ താത്താൻ്റെ ഒരു മോനില്ല, മോളില്ല. വലിയ താത്താൻ്റെ 2 ആമക്കളില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ കുറവുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗൾഫിലുള്ളവരും ഗൾഫ് പോയവരൊക്കെയാണ്.
പിന്നെ മുത്തുമോക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, കുഞ്ഞോൾ താത്താൻ്റെ. അങ്ങനെ കുറച്ച് ആൾക്കാർ കുറവുണ്ട്, എന്നാലും കൂടിയിട്ട് ഒരുപാട് ആൾ. നല്ല രസം. എന്താ പറയുക, പഠിത്തമൊന്നും ഞാനിങ്ങനെ കൂടിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ മുമ്പ് ഇതേപോലെ പെരുന്നാൾക്ക് എല്ലാവരും കൂടി വന്നാൽ ഞാനില്ല, ഞാൻ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിന്ന്. അങ്ങനെ എന്താ പറയുക, അടിച്ച് പൊളിച്ച് പരിപാടി. മൗലൂദൊക്കെ ഇതാ എല്ലാവരും ഒരുപാട് ആളുണ്ടായതുകൊണ്ട് മൗലൂദ് നല്ല രസം ഉണ്ടായിരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചൊല്ലാനും എല്ലാവരും കൂടി ഇരുന്ന് ചൊല്ലിയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാനും തന്നെ. അളിയങ്കാരും പിന്നെ പേരക്കുട്ടികളും കുഞ്ഞിപ്പിയും കുട്ടിമോനും എല്ലാവരും കൂടി വന്ന് ഉമ്മാക്കും തന്നെ നല്ല റാഹത്തായി. ഉമ്മാൻ്റെ പേരക്കുട്ടികളും മക്കളൊക്കെ കൂടിയതുകൊണ്ട് ഉമ്മാക്ക് റാഹത്തായി. അപ്പോൾ എന്താ പറയുക, അത് താത്താനം മരുവനായിട്ടായിരിക്കണത്, വലിയ താത്താനം മരുവന്. അപ്പോൾ അവർ വന്നപ്പോൾ അതേപോലെ അലുവ, മടക്ക്, ഈത്തപ്പഴം ഒക്കെ കൊടുന്ന് നിന്നിട്ട് അപ്പോൾ അതും കട്ട് ചെയ്ത് വെച്ച് കൊടുത്ത്. പിന്നെ മൗലൂദും ദിക്കറും ദുആ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പാവതാ ചോറ് കുഴപ്പമില്ല തുടങ്ങി. ഞങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ ഇട്ടാ എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും ബാവ ചോറ് വിളമ്പാൻ ഞാൻ ഒരു ഇത് കിട്ടൂല. എന്താ വെച്ചാൽ ബാവ ചോറ് വിളമ്പണം, എന്നാലേ അതിൻ്റെ ഒരു വൃത്തിക്കാവുള്ളൂ. ഇതിപ്പോൾ ഈ ബാവ ശീലമായതിൻ്റെ ശേഷം ഞങ്ങൾക്കൊക്കെ വിളമ്പാനൊരു മടിയാണ്. ബാവാനെ വിളിച്ചു, ബാവ ഉണ്ടെങ്കിൽ ബാവനെ വിളിച്ചു, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിപ്പ വിളമ്പൂട്ടാ. കുഞ്ഞിപ്പ ഇതേപോലെ തന്നെ നല്ലപോലെ വിളമ്പും. പിന്നെ ബാവ ഉണ്ടാകുമ്പോൾ പിന്നെ കുഞ്ഞിപ്പ വരില്ല. അപ്പോൾ അതാ ആദ്യം ഞങ്ങൾ എന്താ പറയുക, അത് ഒരു ആണുങ്ങളിരുന്നിട്ട് ആദ്യം എന്ന് വെച്ചാൽ ഒരു ടേബിളല്ലേ ഉള്ളൂ. ഒരു ഇപ്പോഴത്തെ കാലത്ത്, പണ്ടത്തെ കാലത്തൊക്കെ തന്നെ ആ ടേബിൾ ആണ്ടും കൊണ്ടൊക്കെ മാറ്റിക്കൊണ്ടുപോയി. ഇപ്പം അതില്ലല്ലോ. പിന്നെ വാടകയിൽ നിന്ന് കൊണ്ടുവരും, അത്ര വലിയ ഇതൊന്നുമില്ല. വാടകയിൽ നിന്ന് കൊണ്ടുവരാൻ മാത്രമുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ എല്ലാവരും ഉള്ളൂ. അപ്പോൾ പിന്നെ ഓൽക്ക് ആണുങ്ങൾക്ക് ആദ്യം കൊടുത്ത്, പിന്നെ എന്താണ് ഇപ്പോഴത്തെ ഈ ചില്ലിൻ്റെ ടേബിളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടുപോകാനും പറ്റില്ലല്ലോ, അത് അനക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആ ടേബിളുമ്പോൾ തന്നെ ഓല് പിന്നെ കുട്ടികളിരുന്ന് കൊണ്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ ചേറ്റമ്പടിമ്പലും വെച്ച് കൊടുത്തിട്ടാ കൊലായിൽ. ഉമ്മ ഫുള്ള് കുട്ടികളെ തീറ്റിക്കല പരിപാടി. ഉമ്മാക്ക് ഏതായാലും സമാധാനമായി. ഉമ്മാക്ക് കുട്ടികളെയും മക്കളെയും മരക്കളെയും തീറ്റിക്കുക എന്ന് പറഞ്ഞാൽ, തീറ്റിക്കുക എന്ന് പറഞ്ഞാൽ സൽക്കരിക്കുക. അവർക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടും ചോറ് ഇട്ട് കൊടുത്തിട്ടും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ. കുട്ടികൾക്ക് ഇങ്ങനെ ആര് വന്നാലും അങ്ങനെ തന്നെ. ചോറുന്നായിരുന്നാലും ഉമ്മ കോഴിക്കാണ്ടൊന്ന് ചിക്കൻ ഇട്ട് കൊടുക്കും, ചോറ് ഇട്ട് കൊടുക്കും. ഭയങ്കര എല്ലാവരും തിരിച്ചിട്ട് ആൾ പറഞ്ഞേക്കുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കൂടി ഇങ്ങനെ കൂടണമൊക്കെ. ലാസ്റ്റ് ഇതാ ഞങ്ങൾ താത്താര്, ഞാൻ, കുഞ്ഞുമോള്, കുട്ടിമോൻ പിന്നെ സപ്ലൈ പരിപാടിയിലായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിഞ്ഞിട്ടാണ് ഓൻ തിന്നിങ്ങനെ 3 മണിയൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചപ്പോൾ ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞിട്ട് 3 മണി കഴിഞ്ഞിരിക്കണം. അപ്പോൾ അത് അമ്മ അപ്പോഴും എല്ലാവരെയും സൽക്കരിക്കാനൊക്കെ. അപ്പോൾ പിന്നെ എല്ലാവരും നിർബന്ധിച്ചിരുത്തി. എത്ര ആയാലും തിന്നൂല, എല്ലാവരും തിരിച്ചിട്ട് അമ്മ തിന്നുള്ളൂ. അപ്പോൾ ഇത് അളിയങ്ക, അതാ ചെറിയ അളിയങ്ക, ഞങ്ങൾ താത്താരും എല്ലാവരും കൂടി ലാസ്റ്റ് കഴിച്ച്. എല്ലാത്തോലൊക്കെ ആദ്യം കഴിഞ്ഞു. പിന്നെ അതാ ഏതായാലും എന്താ പറയുക, നല്ല രസമായി. എല്ലാവരും കൂടി ഒരുപാട് ദിവസമായിട്ട് ഒന്ന് എന്താ പറയുക, ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയായി, സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. അതൊന്നും പറഞ്ഞാൽ തീരൂല, അത്രക്കും സന്തോഷമായിരുന്നു. എല്ലാവരും കൂടി കൂടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അനുഭവിച്ചോൽക്കാരുള്ളൂ നമ്മളെ ഫാമിലി മൊത്തം കൂടുമ്പോൾ. പിന്നെ എല്ലാവരും കൂടി നമ്മളെ സ്ഥലം കാണാൻ പോയി. നടന്ന് ഇങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയല്ലേ ഉള്ളൂ. അടയ്ക്കുണ്ടായിരുന്നു, അടയ്ക്ക് ഒരു വിരുന്നിനുള്ള ആളുണ്ടായിരുന്നു. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു സ്ഥലം കാണാൻ. ആ ഇറങ്ങി പോകുമ്പോൾ വെയ്യാത്തോല് വരെ ആ ഇറങ്ങി പോന്ന്. പിന്നെ 4:45 ഞങ്ങളുടെ ഇറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ ഓരോരുത്തർ പോക്കും തുടങ്ങി. പോവാനുള്ളവർ കാലടിയൊക്കെ എത്തണ്ടേ. താത്താൻ്റെ വലിയോളും ആദ്യം തന്നെ പോയി. ഇപ്പോൾ ഇതാ കുഞ്ഞോൾ താത്തയും വലിയ താത്താൻ്റെ മോളും പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ താത്ത യാത്രയൊക്കെ പറഞ്ഞ് ഓട്ടോറിക്ഷ വരുത്തിച്ച് ചെയ്യുന്നിട്ടാ എല്ലാവർക്കും കൂടി പോവാൻ. എല്ലാവർക്കും അല്ല, ഓല് രണ്ടാളും ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ പിന്നെ കുറ്റിപ്പാല, പറപ്പൂത്തറം, അങ്ങനെ ഓല് രണ്ടാളും താത്താൻ്റെ മോളും ചെറിയ താത്തയും അല്ലെങ്കിൽ കുട്ടികളും പോയി. അത് കഴിഞ്ഞതിന് ശേഷം സൂറാത്താൻ്റെ ചെറിയ മോള് കുഞ്ഞിപ്പിയും കുട്ടികളും കൂടി മുറ്റത്ത് കളിച്ചു കേട്ടാ. എന്താ പറയുക, ഇവിടെ നിന്ന് പോകണമെന്നൊന്നും ചിന്തിക്കാൻ പറ്റൂല. അതാ താത്തയും അളിയങ്കി അതാ പോണ് ബുള്ളറ്റുമ്മ. അളിയങ്കപ്പെടുത്ത പുതിയ ബുള്ളറ്റാണത്. പിന്നെ താത്താൻ്റെ ചെറിയ മോള് പോയി അതിൻ്റെ ഇടയിൽ. പിന്നെ താത്താൻ്റെ മൂന്ന് പെൺകുട്ടികളാട്ടാ. എന്താണ് കാലടിയുള്ള താത്താക്ക് 3 പെൺകുട്ടികളാണ്. അതിൽ മൂത്ത ആൾ ആദ്യം പോയിക്കണ്, ചെറിയ ആൾ പോയി. ഇനിയിപ്പോൾ നടുക്കത്തെ ആളാണ് ഈ പോണത് കേട്ടാ. ഭയങ്കര രസമാണ് അവരൊക്കെ വന്നാൽ. എപ്പോഴൊന്നും വരാൻ പറ്റില്ല, ദൂരല്ലേ. അങ്ങനെ എല്ലാവരും പോയി. ഇത് എന്താ പറയാ, ഉച്ചക്കത്തെ മൗലൂദിന്റെ ബാക്കിയുള്ള കറി കേട്ടാ. നല്ല ടേസ്റ്റ് കേട്ടാ, വെറും ടേസ്റ്റ്. വലിയ താത്ത ഉണ്ടാക്കിയതാണ്.
എന്താ പറയാ, ഞങ്ങളിപ്പോ ഇത് ബാക്കിയുള്ളത് കുഞ്ഞിപ്പ കൊണ്ടുവന്നേന്ന് കുറച്ച് ബാക്കി എല്ലാരും കൊണ്ടുപോയിട്ടാ. താത്തിയും കുട്ടികളും എല്ലാരും കൊണ്ടുപോയി. എന്നിട്ട് ബാക്കിയുള്ളത് ഇതാ കുടിക്കണ്. ഈ സാധനം എന്താ നിങ്ങൾക്ക്? ഇതാ ഞങ്ങൾ മുമ്പ് കാണിച്ചില്ല അരിയപ്പം. ഞാൻ ഉറങ്ങിയത്. അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആണ്. സൂറാത്തയും കുട്ടികളും വന്നു. അപ്പൊ ഇതണ്ടില്ലേ അരിയപ്പം, അരിയിലപ്പാണ്. കറി. എന്താ പറയാ ഇതിന്? ഇതൊരു കറി എന്ന് പറയുമ്പോ ഞങ്ങളിവിടെ എന്താ പറയാ, നമ്മളെ ചോറ്റ് കൂട്ടുന്ന കറിയല്ലേട്ടാ. ഒരു പായസം പോലെ ഉണ്ടാക്കും. അരിയൊക്കെ അരിപ്പൊടി ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അത് നമ്മളെ മലപ്പുറംകാർക്ക് മനസ്സിലാവുള്ളൂ. ഇനി പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കലുണ്ടാന്ന് അറിയില്ല. കറിന്ന് പറഞ്ഞെന്ന് വെച്ചാല് മണവാ. കറിന്ന് പറഞ്ഞ മരിച്ചിട്ട് നമ്മള് ആണ്ടർതി കഴിക്കൂലേ, മരിച്ചിന് ആണ്ട് കഴിക്കൂലേ, അതിന് മാത്രം ഇതിന് കറിന്ന് പറയുള്ളൂ. പായസാണ്. ഇതിപ്പോ അരിപ്പൊടിയൊക്കെ വേവിച്ചിട്ടാണുള്ള, തേങ്ങ ചിരടി ഇട്ടുകൊണ്ട് ശർക്കര ഒക്കെ ഇട്ടുകൊണ്ടുള്ള. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്താ പറയാ എനിക്ക് അറിയില്ല. നമ്മളെ മലപ്പുറം കോട്ടക്കൽ ഭാഗത്തൊക്കെ കറി അങ്ങനെ പറയല്. മൗലൂദ് ഉണ്ടാക്കി കറി എന്നാ പറയാ. നല്ല രസാ. ഞാനൊക്കെ ഒരുപാട് കുടിച്ചിരിക്കണം. മൂന്ന് ഗ്ലാസ്സൊക്കെ കുടിച്ചിരിക്കണം. ഇന്ന് കൊറേ ദിവസത്തിന് ശേഷം ഇന്ന് ഞാൻ ശർക്കരയാണ് എന്നാലും മധുരാണ് അല്ലേ. അപ്പൊ ഇതാ അരിരപ്പം ചെറിയ താത്ത കൊടുന്നാട്ടാ. വീട്ടിലുണ്ടാക്കിയിട്ട് രണ്ടാമത്തെ പെങ്ങള് വീട്ടിലുണ്ടാക്കിട്ട് അവര് കൊണ്ടുവന്നാണ്. എല്ലാരും പോയി നല്ല അടിച്ചു പൊളിച്ച് എല്ലാരും അൽഹംദുലില്ലാ. ഇനിയും ഇങ്ങനെ എല്ലാരും കൂടി കൂടാൻ അല്ലാഹു ആവതാക്കട്ടെ. ഭയങ്കര രസം. അപ്പൊ ഇനി എന്താ പറയാനുള്ളത്? ഇന്ന് പറയാനുള്ളത് എന്താ വെച്ചാല്, അപ്പോ ഞങ്ങളിൽ നിന്ന് വിട്ട് പിരിഞ്ഞിട്ട് ഏകദേശം 45 വർഷം. 43 കൊല്ലമായിട്ടുള്ളല്ലോ. 43 കൊല്ലായി. നിങ്ങളെ വയസ്സ് കൂട്ടി പറഞ്ഞോണ്ടാണ്. വയസ്സുമാരല്ലേ. ഇമ്മ അവരെ കൂടി കൊണ്ടുവന്ന് ബേക്കറി ഒക്കെ കൊണ്ടുവന്നേരാൻ വന്നാ നമ്മളെ 45 അല്ല മാള് മോനെ 43 അല്ലെന്നാ. അതെ, ഇപ്പൊ മരിച്ചിട്ട് 43 വർഷമായി. 8 മാസം ഞാൻ പറഞ്ഞില്ലേ, മരിക്കണമെന്നില്ലേ. 8 മാസാണെന്ന്. പണിയെടുത്ത് കൈയിട്ട് ചാടും. ഇപ്പം ബെങ്കാട്ടും പോലെ കുഞ്ഞിപ്പാക്ക് അല്ല, ഇപ്പാന്റെ അടുത്ത് ഇങ്ങനെ കുഞ്ഞുമോൻ ചാടുവെന്ന് അത്ര എളുപ്പമായിട്ടുള്ളൂ അല്ലേ. ഒക്കെ നിൽക്കാൻ വെച്ചായിട്ട് ഉണ്ടായിരുന്നില്ല. ഏതായാലും സ്വർഗത്തിൽ ഒരുമിച്ച് കാണാനുള്ള വിധി അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഭയങ്കര രസമായി. ആ ചോറ് വൃദ്ധിക്ക് വെച്ചാണ് ഇട്ടത്. ഈ ഇറച്ചിയൊന്നും ഇല്ലാത്തതാണ്. നല്ല രസമായി. അപ്പൊ ഇത്രയും കാലായിട്ട് ഇല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് കിട്ടിയതില്ലമ്മ. മക്കളെല്ലാരും കൂടി എല്ലാരും കൂടി ഒപ്പം കൂടിയിട്ടില്ല അല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങനെ കുറവാണ്. അപ്പൊ എല്ലാരും മൗലൂദൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞ് ഞങ്ങളേനുള്ളൂ. അല്ലേ, പേരെ നിറച്ച ആളേന്ന്. എന്ത് രസം ഇരിക്കാൻ തരണ്ടേ. അടിപൊളിയായിരുന്നു. അപ്പൊ കൊടുക്കണ്ടെങ്കിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ അല്ലേ. ഇൻഷാ അല്ലാഹ് വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകൊണ്ടേയും അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കൊണ്ടേയും ലൈക്ക് ചെയ്യുകൊണ്ടേയും നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.